നമസ്തേ. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ചടങ്ങിൽ 4 ശങ്കരാചാര്യന്മാർ പങ്കെടുക്കില്ല എന്ന് അവർ അറിയിച്ചിരുന്നു. അതിന് കാരണമായി അവർ പറയുന്നത് ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിട്ടൊന്നുമില്ല. പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് ഹിന്ദുധർമ്മത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നാണ്. വളരെ നല്ല കാര്യം. ശങ്കരാചാര്യന്മാരുടെ സാന്നിധ്യമില്ലെങ്കിലും പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. നിങ്ങൾ ഏത് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചാണ് ശങ്കരാചാര്യന്മാരെ പറയുന്നത്? ആദിശങ്കരാചാര്യർ പഠിപ്പിച്ച ഗീത, അദ്ദേഹം വ്യാഖ്യാനിച്ച ഗീത, അദ്ദേഹം വ്യാഖ്യാനിച്ച ദശോപനിഷത്തുകൾ, ഇതിലെവിടെയാണ് ഇങ്ങനെ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്? എവിടെയാണ്? അവനവൻ്റെ ശരീരം തന്നെയാണ് ക്ഷേത്രമെന്നും അതിലെല്ലാം അറിഞ്ഞുകൊണ്ട് വർത്തിക്കുന്ന ചൈതന്യമാണ് ഈശ്വരനെന്നുമല്ലേ ഭഗവത്ഗീത പറയുന്നത്? അതല്ലേ ശങ്കരാചാര്യർ പഠിപ്പിച്ചു തന്നത്? അതല്ലേ പാരമ്പര്യമായിട്ട് നിങ്ങളൊക്കെ പഠിക്കുന്നത്? എന്നിട്ടിപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രതിഷ്ഠ നടത്തുന്നു, അതിൽ അതിന് കെട്ടിടം പണി പൂർത്തിയായില്ല. ഏത് കെട്ടിടമാണ് എന്നെങ്കിലും പൂർത്തിയാകുന്നത്? കെട്ടിടം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പണിഞ്ഞുകൊണ്ടിരിക്കും. പൂർത്തിയാകുക എന്നുള്ളൊരു പരിപാടി തന്നെ ഈ ഭൗതിക വസ്തുക്കൾക്കില്ല, ഭൗതിക നിർമ്മിതികൾക്കില്ല. അതിങ്ങനെ ഒരു കാലക്രമം അനുസരിച്ച് അല്ലെങ്കിൽ കാലം പോകും തോറും അത് പരിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. അതിനൊരു പൂർത്തീകരണം എന്നൊരു പരിപാടിയില്ല. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളില്ലെങ്കിലും പ്രതിഷ്ഠ നടക്കും. നിങ്ങളുടെ സാന്നിധ്യം അവിടെ അനിവാര്യമായ ഘടകമൊന്നുമല്ല. പിന്നെ നിങ്ങൾ ഈ തന്ത്രവിദ്യകൾ പറഞ്ഞ് ഹിന്ദുവിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തെ തടയാൻ നോക്കരുത്. അതൊക്കെ പണ്ട് കാലത്തെ കാര്യങ്ങളാണ്. ഇന്ന് അതൊന്നും ആരും ഗവനിക്കത്തില്ല. ഇന്ന് ആളുകൾക്കൊക്കെ കുറേ, നിങ്ങളുടെ കയ്യിലിരിക്കുകയല്ലല്ലോ എല്ലാ പുസ്തകങ്ങളൊക്കെ ജനങ്ങൾക്ക് പഠിക്കാൻ ലഭ്യമാണ്. അവർ കാര്യങ്ങളൊക്കെ പഠിക്കും, അവർ തീരുമാനിക്കും. ഹിന്ദുമതം എന്ന് പറയുന്നത് ആരുടെയും കക്ഷത്തിരിക്കുന്ന ഒരു മതമല്ല, ആരുടെയും ഉത്തരവുകൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്ന മതവുമല്ല. ഹിന്ദുമതം സ്വതന്ത്ര മതമാണ്, അവനവൻ്റെ മതമാണ്, എല്ലാ വ്യക്തികളുടെയും മതമാണ്. അവിടെ ആരും ആശാൻ ചമയാൻ ചെല്ലരുത്. വളരെ മോശമാണ്. ഇവിടെ പ്രതിഷ്ഠ ഇല്ലെങ്കിലും തന്നെ ഹിന്ദുക്കൾക്ക് ജീവിക്കാം. പ്രതിഷ്ഠ അവനൊരു എവിടെ പ്രതിഷ്ഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അവിടെ പ്രതിഷ്ഠിച്ച് അതിനെ ആരാധിക്കും. എന്താണ് അതിനൊരു തടസ്സം? തത്വപരമായി എന്ത് തടസ്സമാണ് ആചാര്യന്മാർ കാണുന്നത്? നിങ്ങൾ ഈ ചടങ്ങുകളിലും ആചാരങ്ങളിലും തന്ത്രവിദ്യകളിലൊക്കെ സ്വയം തിളച്ചിട്ടുകൊണ്ട് പഴയ കാലത്തേക്ക് പോകരുത്. നിങ്ങൾ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിക്കാനുള്ളവരാണ് നിങ്ങൾ. ശങ്കരാചാര്യരുടെ ജോലി, ശങ്കരാചാര്യ പണ്ട് ചെയ്തിരുന്ന കർത്തവ്യം അതായിരുന്നു. അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിച്ചു. അതിന് അദ്ദേഹം പ്രച്ഛന്നബുദ്ധനാണെന്ന് പറഞ്ഞിട്ട് അന്ന് ആൾക്കാർ അദ്ദേഹത്തെ ആക്രമിച്ചു. അദ്ദേഹം ദൈവമില്ലെന്ന് പറയുന്ന ആളാണെന്നൊക്കെയുള്ള രീതിയിൽ. സത്യം നേരെ വിപരീതമാണ്. എന്നാലും ആളുകളത് അങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു പരത്തിയതും അദ്ദേഹത്തെ അകറ്റി നിർത്തിയതും. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം വലിയ കീർത്തി നേടുന്നു എന്ന് കണ്ടപ്പോൾ അത് കീർത്തിയുടെ അംശം തങ്ങൾക്കൂടെ വേണമെന്നുള്ള രീതിയിലാണ് മറ്റുള്ളവർ അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറയുന്ന 4 പേര് ആചാര്യന്മാർ ഇതിൽ പങ്കെടുക്കത്തില്ല. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 1888 അരുവിപ്പുറം എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു പ്രതിഷ്ഠ നടന്നു. അതൊരു ആചാര്യൻ നടത്തിയതാണ്. അതിനെന്ത് കുഴപ്പം സംഭവിച്ചു? ഏത് ഹിന്ദുധർമ്മത്തിന് വിരുദ്ധമായിരുന്നു അത്? പ്രതിഷ്ഠ ഒരു അമ്പലത്തിൽ ഒരു അമ്പലം ഉണ്ടാക്കണമെന്നും അവിടെ ഒരു ഈശ്വര പ്രതിഷ്ഠ വേണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം ഒരു പീഠത്തിന്മേൽ ആറ്റിൽ നിന്നൊരു കല്ലെടുത്ത് ഇത് ശിവനാണ് എന്ന് പറഞ്ഞ് പ്രതിഷ്ഠ നടത്തി. ആർക്കാണ് അതിനകത്ത് പരാതിയുള്ളത്? ഒരു പരാതിയും കൊണ്ട് ആളുകൾ വന്നവരെയൊക്കെ ശ്രീനാരായണ ഗുരു ഒരു തരത്തിൽ ഉത്തരം മുട്ടിച്ചു വിട്ടു. മുഹൂർത്തം ഏതാണെന്ന് ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞത്
കുഞ്ഞ് പറഞ്ഞു ഇനി ജാതകം നോക്കിക്കോ എന്നാണ്. അപ്പം ഇതൊക്കെ മനുഷ്യൻ്റെ സങ്കല്പമാണ്. പ്രതിഷ്ഠ, ബിംബം എന്നൊക്കെ പറയുന്നത്. ഒരു ബിംബത്തിൽ ഈശ്വര ചൈതന്യം ഉണ്ടെന്ന് മനുഷ്യൻ സങ്കല്പിക്കുകയാണ്. മനുഷ്യൻ ആ വിശ്വാസം അർപ്പിക്കുകയാണ്. അപ്പോഴാണ് അതിന് ആ ചൈതന്യം കിട്ടുന്നത്. അപ്പം കൂട്ടായ ആ ചൈതന്യം കിട്ടുമ്പോൾ ആ ബിംബത്തിന്, ആ പ്രതിഷ്ഠയ്ക്ക് പൊതുവായ ഒരു 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 സഞ്ചിതമായിട്ടുള്ള ഒരു ചൈതന്യം ലഭിക്കുന്നു. അതിലേക്കാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. അതിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു രക്തസാക്ഷി മണ്ഡപം ചുമ്മാ അതൊരു ത്രികോണാകൃതിയിൽ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ നിന്ന് ഇൻകിലാബ് സിന്ദാബാദ് വിളിക്കുന്നില്ലേ? ഇല്ല ഇല്ല, രക്തസാക്ഷികൾ മരിക്കില്ല, അവരെന്നും ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ പുഷ്പാർച്ചന ചെയ്യുന്നു. എന്താണ് അത് അവരവിടെ ചെയ്യുന്നത്? അതുതന്നെയാണ് അമ്പലങ്ങളിലെ വിഗ്രഹങ്ങളും. വിഗ്രഹാരാധന എന്ന് പറയുന്നത് ഈ രക്തസാക്ഷി മണ്ഡപം ആരെ പ്രതിനിധാനം ചെയ്യുന്നുവോ അതുപോലൊരു വലിയ അതുപോലെ ഹിന്ദുമതത്തിൽ ഈ പ്രതിഷ്ഠകളെന്ന് പറഞ്ഞാൽ വലിയൊരു ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് ഈ വിഗ്രഹങ്ങൾ. അങ്ങനെ രീതിയിൽ കണ്ടുകൊണ്ടാണ് ആ കല്ലിനെയല്ല, ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ശിവനെയാണ് ജനങ്ങൾ ആരാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ചൈതന്യത്തെയാണ്. കല്ല് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചൈതന്യമുണ്ട്, ആ ചൈതന്യത്തെയാണ് ആരാധിക്കുന്നത്. അതിന് ഈ ശങ്കരാചാര്യന്മാരുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ തന്നെ എനിക്കൊരു ഒരു ഒരു പ്രതിഷ്ഠ നടത്തണം, അല്ലെങ്കിൽ എനിക്കൊരു ആരാധന നടത്തണം, അതിനൊരു വിഗ്രഹം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരു വിഗ്രഹം ഉണ്ടാക്കി എൻ്റെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുറിയിൽ വെച്ച് ഞാനങ്ങ് ആരാധിക്കും. എനിക്കതിന് ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ അത് ഈശ്വര ചൈതന്യം ഉള്ളതായി തീരുകയുള്ളൂ എന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല. അപ്പോൾ ശങ്കരാചാര്യർ വരുന്നില്ലെങ്കിൽ വരണ്ട. നിങ്ങൾ ഒരു അനിവാര്യതയൊന്നുമല്ല ആ ചടങ്ങിൽ. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നിരിക്കും. അത് ശങ്കരാചാര്യ ആരെങ്കിലും വരുന്നവർ വരട്ടെ, ആരും വന്നില്ലെങ്കിലും വരണ്ട. അവിടെ രാമനിൽ വിശ്വസിക്കുന്ന ആളുകൾ അവിടെ വന്ന് പ്രതിഷ്ഠ കാണും. പ്രതിഷ്ഠാ സമയത്ത് അവർ സന്നിഹിതരായിരിക്കും. പ്രതിഷ്ഠ ഉചിതമായ രീതിയിൽ നടന്നിരിക്കും. അതിന് ശങ്കരാചാര്യന്മാർ വരുന്നില്ലെന്ന് പറഞ്ഞ് വലിയ പത്രപ്രസ്താവനയൊന്നും അടിച്ചിറക്കേണ്ട കാര്യമില്ല. അതിനെ പൊക്കിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. നമസ്കാരം.